അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നിങ്ങൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മുടെ മരണ ആസന്നമായ ആ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും, അങ്ങനെ ചില ചിന്തകൾ നമുക്കുള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മളെല്ലാം പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, നമ്മൾ വിദ്യാർത്ഥികളായിരിക്കെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നുള്ളത്. പക്ഷേ ഈ മരണം എന്ന ഒരു കേവലം 3 അക്ഷരം, അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പല ആളുകളും പല രീതികളിലാണ് ഈ മരണം എന്ന ഒരു കാര്യത്തെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അറബികളുടെ ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയാറുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിൻ്റെ മേലെ മുന്തിരി വള്ളി നിങ്ങൾ തളർപ്പിക്കണം, അതിൽ നിന്ന് മുന്തിരിയുടെ നീരെടുത്തുകൊണ്ട് ആ കള്ളിൻ്റെ ഒരു വീര്യം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ മരണത്തോടൊപ്പവും ലഹരിയെ കൂടെ കൂട്ടാൻ കാണിച്ച ഒരു ചിന്താഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നാം എല്ലാം കേട്ട് പരിചയിച്ച വരികളാണ്, മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണം. ഒരു പ്രണയിനിയെ തൻ്റെ മരണവേളയിൽ തന്നോട് കൂടെ ഉണ്ടാകണമെന്ന് അർത്ഥിക്കുന്ന ഒരു കാമുകൻ്റെ മരണത്തോടുള്ള സമീപനവും നമ്മൾ കണ്ടു. ഇനി ഇത് ആത്മീയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ക്രൈസ്തവ ഗീതങ്ങളിൽ നാം കേട്ടു പരിചയിച്ച വാക്യങ്ങളാണ്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോവും നീ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിന് വേണ്ടി സൽകൃത്യങ്ങൾ ചെയ്തു വെക്കുക, മരണപര്യന്തമുള്ള ജീവിതത്തെ ആധാരമാക്കി അതിനു വേണ്ട പാതയങ്ങൾ തയ്യാറാക്കുവാനുള്ള ഒരു ആത്മീയ തലത്തിലുള്ള ഒരു വിവരണം ഈ ഒരു വിശദീകരണത്തിലൂടെയും ലഭിക്കുകയുണ്ടായി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രബലയായ കവയിത്രിയായ സുഗതകുമാരി പറഞ്ഞു വെക്കുന്നുണ്ടത്, ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട, കാരണം മരിച്ചവർക്ക് പൂക്കൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ അല്പം സ്നേഹം മതി. മരണപര്യന്തമുള്ള ഒരു ജീവിതത്തിനേക്കാളും അതിനുശേഷമുള്ള ഒരു സ്നേഹത്തെക്കാളും ജീവിച്ചിരിക്കുന്ന കാലത്തേക്കുള്ള ഒരു സ്നേഹത്തിനും ഒരു കരുണക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സുഗതകുമാരിയുടെ ഈ വരികൾ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഈ മരണം എന്ന ആ ഒരു വാക്യത്തിന് വിഭിന്നമായ അർത്ഥങ്ങളുണ്ട്. കേവലം മരണമെന്ന ഈ ഒരു വ്യക്തമായ വിടവ് ഉണ്ടാക്കി തീർക്കുന്ന ഒരു വലിയ അഭാവത്തെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിനെ അതിനെ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലൂടെയുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകം പറഞ്ഞു വെക്കുന്നത് തന്നെ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭാവം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മളെ ആലോചിക്കാൻ, നമ്മുടെ വിരഹത്തിൽ, നമ്മുടെ അഭാവത്തിൽ വിലപിക്കാൻ, നമുക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ ആരാണ് ഉണ്ടാവുക? നമ്മുടെ ചെയ്തികളെ, നമ്മുടെ നഷ്ടത്തെ ഓർത്ത് വിലപിക്കാനും നമുക്ക് വേണ്ടി നാളെയുടെ ഓർമ്മകളിൽ അല്പസമയം മാറ്റിവെക്കുവാനും ആരാണ് നമുക്കുള്ളത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു മരണം തീർത്തു വെക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റോബിൻ ശർമ്മ എന്നുള്ള ഈ ഒരു ഗ്രന്ഥകാരൻ ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന ഈ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആദ്യമായി റോബിൻ ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അതിലുപരിയായി ഈ മോട്ടിവേഷൻ റിലേറ്റഡ് ആയ ഒരു പബ്ലിക് ഫേമിൻ്റെ ഒരു CEO കൂടിയായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഏകദേശം 70-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട, ഇൻ്റർനാഷണൽ തലത്തിൽ ബെസ്റ്റ് സെല്ലറായി ആക്കപ്പെട്ട ഏകദേശം 11ഓളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിവോഷണൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ രീതിയിലുള്ള ഒരു സമീപനങ്ങളാണ്. അത്തരം ഒരു രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഈ നമ്മളിവിടെ പ്രതിപാദിപ്പിക്കുന്ന ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകമായ ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാരി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ ഉൾപ്പെടെ ആ പുസ്തകം അവൈലബിൾ ആണ്. ആ പുസ്തകത്തിൽ നിന്നും ലഭിച്ച ജീവിതവുമായി ബന്ധപ്പെട്ട ചില ഇതിവൃത്തങ്ങളെ സംവേദിപ്പിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ മരണശേഷം നമ്മളെ ഓർമ്മിക്കാൻ, നമ്മൾ ജീവിച്ച് മൺമറഞ്ഞു പോയ ആ സമൂഹത്തിൽ നമ്മളെ ഓർത്തു വെക്കാൻ, നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തെ തുടങ്ങി വെക്കുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നുന്നതും ഈ പുസ്തകം വായിക്കുന്ന ഓരോ വായനക്കാരനും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുമുള്ള ഒരു വാക്യം കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം തുടങ്ങുന്നത്.
ഒരു പുരാതനമായ സംസ്കൃത വാക്യമാണ്. മോനെ, നീ ജനിക്കുമ്പോൾ ഈ ലോകം ചിരിക്കുകയും നീ കരയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ നീ മരിക്കുന്ന അവസ്ഥയിൽ നീ ചിരിക്കുകയും ഈ ലോകം കരയുന്ന ഒരു രീതിയിൽ നീ ജീവിക്കുക. നമ്മുടെ മരണത്തിന് വേണ്ടി നമ്മുടെ മരണം ലോകം സങ്കടത്തിലാക്കുകയും നമ്മെ അത് കണ്ട് നാം സന്തോഷത്തിലാവുകയും ചെയ്യുന്ന ആ ഒരു സുദിനത്തിന് വേണ്ടി നമ്മളെ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം തുടങ്ങി വെക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം നമുക്ക് സാധ്യമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രാഥമികമായി നമുക്ക് മുന്നിലേക്ക് വരിക. അതിനുള്ള ഉത്തരം എന്നോണം അദ്ദേഹം വിവിധ ചാപ്റ്ററുകളിലായിട്ട് ഈ പുസ്തകത്തെ ഘടനീകരിച്ചിരിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണശേഷം നമ്മളെ ഓർക്കപ്പെടാൻ വേണ്ടി നാം എന്തെല്ലാം മൂല്യങ്ങൾ നാം കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് നമുക്ക് വേണ്ടത്, എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പ്രതിപാദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനായി ആദ്യമായി അദ്ദേഹം പറയുന്നത് നമ്മൾ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന് തന്നെയാണ്. സ്വയം മാറ്റത്തിരുത്തലുകൾക്ക് സന്നദ്ധതയുള്ള ഒരാൾക്ക് മാത്രമേ സമൂഹത്തിൽ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ ഉള്ള ഒരു വ്യക്തിയായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പരിശുദ്ധമായ ഹദീസിൽ കേട്ട് പരിചയിച്ച ഒരു വാക്കാണ് ലാ യുഗയ്യിറുല്ലാഹു നഫ്സൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ സ്വയം മാറാൻ സന്നദ്ധമല്ലാതെ നമുക്ക് മാറാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തന്നെ നമ്മൾ ഒരു വ്യക്തി മാറാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ മരണപര്യന്തത്തിലേക്ക് അദ്ദേഹത്തെ ഓർത്തു വെക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി പറയുന്ന ഒരു കാര്യം അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഉണ്ടായിത്തീരാൻ ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ നിങ്ങൾ തന്നെയാവുക. നമ്മിൽ നിന്ന് തന്നെ മാറ്റങ്ങളെ ആരംഭിക്കുക. മറ്റുള്ളവരിൽ നിന്ന് മറ്റൊരു കാര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത മറ്റുള്ള വ്യക്തികളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന സ്വഭാവ സവിശേഷതകളെ, ഗുണങ്ങളെ അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ നിർവചിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൈഫ് ഈസ് പ്രിപ്പറേഷൻ, ഡെത്ത് ഈസ് ഡെസ്റ്റിനേഷൻ. മരണം എന്ന ഒരു അവസാന വാക്കിലേക്ക്, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അതിനുവേണ്ടി നാം തയ്യാറാക്കി വെക്കേണ്ട, നമ്മുടെ ഒരു പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ടാണ് അദ്ദേഹം നമ്മുടെ ജീവിതത്തെ കാണുന്നത്. അലി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ദുനിയാവിൽ ഒരു വിശ്വാസി യാത്രികനെ പോലെയാണ്. ഈ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു വെക്കുന്ന പല ഹദീസുകളും നാം പരിചയിച്ചതാണ്. അതുപോലെ നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള ഒരു കൃഷിഭൂമിയായി നമ്മുടെ ഈ ഭൂമിയെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞു തീർക്കുന്നത്. പിന്നെ അദ്ദേഹം അടുത്ത ഒരു മൂല്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് പ്രതീക്ഷകളിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. നാം എല്ലാം കേട്ട് പരിചയിച്ച ഒരു കഥയാണ് ഹോസ്പിറ്റൽ വാർഡിൽ അടുത്തടുത്ത് കിടന്നിരുന്ന 2 ബെഡിലുള്ള രോഗികളുടെ കഥ. ഒരാൾ ജനാലക്കരികിൽ നിന്ന് പുറത്തെ മനോഹരമായ കാഴ്ചകൾ സാമീപ്യമില്ലാത്ത രോഗിക്ക് വിവരിച്ച് നൽകിയപ്പോൾ ആ കാഴ്ചകൾ കേട്ട് മതിമറന്ന് ഒടുവിൽ ഈ രോഗിയുടെ സ്ഥലം ഒഴിവായപ്പോൾ ആ സ്ഥാനത്തിലേക്ക് കടക്കുകയും അപ്പുറത്തെ ശൂന്യത കണ്ടുകൊണ്ട് ജീവിച്ചപ്പോൾ നിരാശനാവുകയും ചെയ്ത ഒരു രോഗിയുടെ കഥ നാം എല്ലാം കേട്ട് പരിചയിച്ചതാണ്. സമാനമായിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്നും, നമ്മുടെ ചെറിയ സാധ്യതകളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷകളെ നെയ്തെടുത്തുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ പ്രതീക്ഷയാണ്. നാളെ നല്ലത് സംഭവിക്കും, ഇന്നത്തെ ദുഃഖങ്ങളെ അതിജയിക്കാൻ നാളെയുടെ നല്ല കാര്യങ്ങളെ സാധിക്കും എന്ന ഒരു ഉത്തമ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു നല്ല ചിന്തയെ തുടർന്നുകൊണ്ടാണ്, അതിൻ്റെ ആധാരമാക്കിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്നുള്ളത്. സമാനമായ രീതിയിൽ ഓരോ മനുഷ്യനും പ്രതീക്ഷകളോടെ ജീവിക്കുക, നിരാശനാവാതെ പ്രതീക്ഷയോടെ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി അദ്ദേഹം മൂല്യമായി പറയുന്നത്. രണ്ടാമത്തേതായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം ഹോണസ്റ്റി, സത്യസന്ധമായി ജീവിക്കുക. ബി ദ മാൻ ഓഫ് യുവർ വേർഡ് എന്ന് പറയുന്നതിന് നമ്മുടെ വാക്ക് പാലിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രം പറയുക, അല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് വെറുതെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നാമെല്ലാം നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിത്യമായി പരിചയിച്ച ഒരു വാക്കുകളാണ് ആയത്തുൽ മുനാഫിക്ക് ഇദാ ഹദ്ദസ കദബ എന്നുള്ളത്. സത്യം പറയാത്തത് ഒരു മുനാഫിക്കിൻ്റെ അടയാളമാണെന്ന് പരിചയിച്ച
ആളുകളാണ് നാം. സമാനമായ രീതിയിൽ സത്യം പറയുക, സത്യത്തെ മുറുകെ പിടിക്കുക, സത്യത്തോടു കൂടെ തന്നെ സമൂഹത്തിൽ ജീവിക്കുക, സത്യസന്ധമായവരെ മാത്രമാണ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു പാഠമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു വെക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇന്നത്തെ സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പലരും കണ്ടുപരിചയിച്ചിട്ടുണ്ടാവും. ട്രാൻസ് പോലുള്ള ചില സിനിമകളിൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സ്വയം വിശകലനം ചെയ്ത സ്വന്തത്തോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. സമാനമായ രീതിയിൽ നമ്മുടെ സ്വന്തത്തോട് സംസാരിക്കുക, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ ന്യൂനതകളെ പഴുതുകൾ അടക്കാനും നമ്മുടെ കുറവുകളെ നികത്താനും നമുക്ക് നല്ലൊരു ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇത് സഹായിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഈ സൈക്കോളജിസ്റ്റുകൾ പ്രധാനമായും ഈ ഒരു മാർഗത്തെ അവലംബിക്കുന്നത്. സാമൂഹികമായും അതുപോലെ മനഃശാസ്ത്രപരമായി പിന്നോട്ട് പോയ ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ആത്മവിശ്വാസത്തെ പടുത്തുയർത്തുവാനും വരുംകാല ജീവിതത്തിലേക്ക് ആവശ്യമായ പാതയങ്ങൾ സൃഷ്ടിക്കുവാനും ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് ഇത് എന്നുള്ളത്. ഹാസിബു കബില ഹാസബു എന്ന് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. നമുക്ക് നമ്മുടെ മറ്റുള്ളവർ കണക്കാക്കുന്നതിന് മുമ്പ് കൂട്ടിക്കഴിക്കുന്നതിന് മുമ്പ് നാം സ്വയം വിലയിരുത്തുക. അതിലൂടെ നമുക്ക് നമ്മുടെ ന്യൂനതകൾ തിരിച്ചറിയാൻ കഴിയുന്നുള്ള ഒരു പരിശുദ്ധമായ വചനങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ചില വചനങ്ങളാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു മൂല്യമായിട്ട് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത് ക്ഷമ എന്നുള്ളത് തന്നെയാണ്. അസ്സബറു നിസ്ഫുൽ ഈമാൻ എന്ന പോലെ അതിന് സമാനമായ ചില വചനങ്ങളാണ് അദ്ദേഹം ഇതിലും പങ്കുവെക്കുന്നത്. ക്ഷമ ഒരു മനുഷ്യന് അവിഭാജ്യമായ ഒരു ഘടകമാണ്. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടെ ഒരു മനുഷ്യനെ സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ആധികാരികത അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വീകാര്യത കുറയുകയും നമ്മുടെ അനാവശ്യമായ ദേഷ്യം, അനാവശ്യമായ പല തീരുമാനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുകയും നമുക്ക് സമൂഹത്തിൽ സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ക്ഷമയുടെ ഒരു പ്രാധാന്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ അയാളോട് ക്ഷമിച്ചുകൊണ്ട് അയാളുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. കാരണം പിന്നീട് അയാളോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പക അത് നമ്മുടെ പിന്നീടുള്ള ഊർജ്ജസ്വലമായ ജീവിതത്തെ ഇല്ലാണ്ടാക്കുകയും അയാളോട് എങ്ങനെയെങ്കിലും പക വീട്ടണമെന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, നമ്മൾ പരിശുദ്ധ ഹദീസിൽ കണ്ടുവച്ചിട്ടുള്ളത് അസ്സബറു ഇൻദ സദമത്തിൽ ലൂല, പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് ഇത്തരം നമ്മളെ കോപിപ്പിക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെ ക്ഷമിച്ചു വിട്ടുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിട്ടുകൊണ്ട് നമ്മുടെ സുഖകരമായ ജീവിതത്തിന് ഭംഗം വരാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. കാരുണ്യം എന്ന കാര്യം ഒരു മനുഷ്യന് അവിഭാജ്യമായ ഒരു ഘടകമാണ്. കാരുണ്യത്തിൻ്റെ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ മറ്റൊരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ജീവികളോട്, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളോട്, സമൂഹത്തോട് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് എല്ലാവരോടും കാരുണ്യപൂർണമായ ഒരു സമീപനം സ്വീകരിക്കണമെന്നും കരുണയുള്ള മനുഷ്യരെ ജനങ്ങൾ ഓർമ്മിക്കുകയും അവരുടെ കരുണയെ ഓർത്ത് പിന്നീട് അവരെ ഓർത്ത് അവർ സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകളിലേക്ക് നമ്മൾ അവരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കാം, അദ്ദേഹം കാരുണ്യത്തിൻ്റെ നിറകുടമാണ്, കരുണയുടെ നിർവചനമാണെന്നൊക്കെ പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്. സമാനമായ രീതിയിൽ നമ്മൾ നാളെ ഒരു സമൂഹത്തിൽ നമ്മളെക്കുറിച്ച് ഓർക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലെ ഒരു ഉത്കൃഷ്ടമായ ഗുണമായി അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ കരുണ എന്നുള്ളത്. ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫി സമ എന്ന് പരിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചുരുങ്ങിയ കാലയളവിൽ, ഈ ശുഷ്കമായ കാലയളവിനുള്ളിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളോട്, ജീവജാലങ്ങളോട്, മനുഷ്യനാണെങ്കിലും ജന്തുക്കളാണെങ്കിലും എല്ലാവരോടും തീർത്തും കരുണാപൂർണമായ ഒരു സമീപനം സൃഷ്ടിക്കുവാനും അത് പുലർത്തി പോരുവാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അൽദസ് ഹസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ തൻ്റെ സതീർത്ഥരോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഏറ്റവും മനസ്സിലാക്കിയ ഒരു ഗുണപാഠം എന്നുള്ളത് ലെറ്റസ് ബി കൈൻഡർ ടു വൺ അനദർ എന്നുള്ളതാണ്. മറ്റൊരാളോട് കരുണയോടെ പെരുമാറുക എന്നുള്ളതാണ്, കാരുണ്യമുള്ളവനായിത്തീരുക എന്നുള്ളതാണ് ഒരു വ്യക്തി തൻ്റെ കിടക്കയിൽ തൻ്റെ ജീവിതപാഠമായി ഉൾക്കൊണ്ടതായിട്ട് പറയുന്നത്. മറ്റൊരു മൂല്യമായി അദ്ദേഹം പങ്കുവെക്കുന്നത് നാം എല്ലാവരും അശ്രദ്ധ പുലർത്തുന്ന ഒരു കാര്യമാണ്.
അത് നമ്മുടെ സമയം തന്നെയാണ്. നമ്മുടെ സമയത്തെ വ്യക്തമായ രീതിയിൽ ഉപകാരപൂർണമായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നാം വീണ്ടും പിൽക്കാലത്ത് ഓർമ്മിക്കപ്പെടാനും നമുക്ക് വേണ്ടി ആളുകൾ കണ്ണീരൊഴുക്കാനുമുള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ ഒരു സർക്കിളിലുള്ള ആളുകളുമായി നമ്മുടെ ക്വാളിറ്റിയുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും അതിലൂടെ നമുക്ക് വ്യക്തമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി തീർക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണമായി ഫാമിലി, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് പോലുള്ള ആളുകളുമായി നമ്മുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കൂടി നമ്മൾ പരിഗണന നൽകിയിട്ടുണ്ട്, നമ്മുടെ സമയം അവർക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവരുണ്ടാക്കി തീർക്കുകയും നമ്മുടെ മരണശേഷവും ആ സ്മരണകളിൽ അവർ ജീവിക്കുകയും നമ്മൾ വീണ്ടും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ നാം കണ്ടിട്ടുള്ളതാണ് ആയത്താനി മഖ്ബൂനത്താനി ഫീഹ കസീറു മിനന്നാസി അസ്സിഹ്ഹത്തു വൽ ഫറാഗ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമയത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ നമുക്ക് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി, നമ്മുടെ നല്ല സമയത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് അടുത്തതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനായി അദ്ദേഹം ഒരുപാട് പദ്ധതികളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് 5 o'clock ക്ലബ്ബ് എന്നുള്ളത്. 5 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ ജീവിതം നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ സമയത്തെ കൂടുതൽ വിനിയോഗിച്ചും ഉറക്കത്തിൻ്റെ അശ്രദ്ധയുടെ സമയത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന നമ്മുടെ ഉണർവിൻ്റെ സമയത്തെ അധികരിപ്പിക്കുവാൻ വേണ്ടി നേരത്തെ എണീക്കുന്ന ഒരു പ്രവണതയെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവായിട്ട് അദ്ദേഹം നിർവചിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. അവർ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും പിന്നീട് ഈ ഒരു നേരത്തെ എഴുന്നേറ്റ് സമയം കൃത്യമായി വിനിയോഗിക്കുന്നതിലൂടെ അവരുടെ ഒരു ജീവിതത്തിൽ ഒരു ഉണ്ടാക്കി തീർത്ത ഒരു വിപ്ലവകരമായ മാറ്റത്തെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം കേട്ടതാണ് മനിസ്തവാ യൗമാഹു ഫഹു മഖ്ബൂൻ. 2 ദിവസങ്ങൾ സമാനമായ അവൻ നിരാശനാണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഹദീസ് നാമെല്ലാം കേട്ട് പരിചയിച്ചതാണ്. അതിന് സമാനമായി ഒരു ദിവസത്തിലപ്പുറം നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറും, നമ്മുടെ സമയം നാം കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനുള്ള ഒരു ഉത്തരമായിട്ട് അദ്ദേഹം ഈ ചാപ്റ്ററിനെ വരച്ചു വെക്കുകയാണ്. പിന്നെ അടുത്ത ഒരു മൂല്യമായി അദ്ദേഹം പങ്കുവെക്കുന്നത് നമ്മൾ ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നാം എല്ലാവരും പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത്. നമുക്ക് ചുറ്റും പല ക്ലബ്ബുകൾ ഉള്ളതായി കാണാം. ലോഫിംഗ് ക്ലബ്ബ് പോലുള്ള ഒരുപാട് ക്ലബ്ബുകളിലൂടെ ആളുകൾ ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗത്തിൽ ചിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു സംഘമായി തീരുമ്പോൾ നാം അവരെ പരിഹസിച്ച് അതിനെ നിസ്സാരമായി കാണുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളിലുള്ളത്. എന്നാൽ പരിശുദ്ധ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പറയുന്നുണ്ട്, തബസ്സുമുക ഇലാ വജ്ഹി അഹീക സ്വദഖ എന്നുള്ളത്. ചിരിക്കാനാണ് ഹദീസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പാഠങ്ങൾ പകുത്ത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ. പക്ഷെ അതിന് വിഭിന്നമായി നമ്മൾ ചിരിക്കുന്നവരെ ഒരു നിസ്സാരരായി കണ്ടുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് നാം കീപ്പ് ചെയ്യുന്നത്. ഒരു കുട്ടി 4 വയസ്സുകാരൻ ഏകദേശം 300 തവണ ഒരു ദിവസം ചിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ ഒരു അഡൾട്ടായിട്ടുള്ള ഒരു വ്യക്തി ഒരു ദിവസത്തിൽ ഏകദേശം 15ഓളം തവണ ചിരിക്കുമെന്നുള്ളതാണ്. ചിരി നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചിരിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി തീർക്കാമെന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു സിനിമയാണ് ഹെലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. അതിലെ നായിക ഒരു ഐസ് പോലുള്ള ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? ഇത്രയും 100 കണക്കിന് എംപ്ലോയീസിനിടയിൽ ഈ ഒരു കുട്ടിയെ മാത്രം നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിസ്സാരക്കാരനായ ആ ഒരു സെക്യൂരിറ്റിക്കാരൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഈ കമ്പനിയിൽ ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നു, ഇത്രയും പുരുഷന്മാരും സ്ത്രീകളും വർക്ക് ചെയ്യുന്നു, അവരെല്ലാം എന്നെ കടന്ന ദിവസവും അവരുടെ ജോലികളിലേക്ക് പോകുന്നു, തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നു. പക്ഷേ ഈ കുട്ടിയിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കുട്ടി ആ കമ്പനിയിലേക്ക് വരുമ്പോഴും അവിടുന്ന് തിരിച്ചു പോകുമ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചു പോരുമ്പോഴുള്ള പുഞ്ചിരി കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ ഒരു അപകട സാഹചര്യത്തെ വിലയിരുത്തുന്നത്. സമാനമായ രീതിയിൽ നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു പ്രസന്നവദനായ നമ്മുടെ ഒരു നോട്ടം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ എനർജി ഉണ്ടാക്കി തീർക്കുമെന്നും അതിലൂടെ നമ്മൾ പിൽക്കാലത്ത് അവരുടെ ഓർമ്മകളിൽ നിലനിൽക്കുമെന്നുമുള്ള ഒരു വ്യക്തമായ ഉദാഹരണമാണ്. ഒരു ആർട്ടിഫിഷ്യലായ കഥയാണെങ്കിൽ കൂടി ഈ കഥ
നമുക്ക് മുമ്പിൽ പകുത്തു നൽകുന്നത്. അപ്പോൾ ഈ റോബിൻ ശർമ്മ പറഞ്ഞു വെക്കുന്നത് നാം ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ഓർത്തുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമായി പ്രതിസന്ധികളെ നാം ധീരതയോടെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികളെ തൊട്ട് ഒളിച്ചോടാതെ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു പ്രവണത ഒരു വ്യക്തിയിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, അത്തരമൊരു പ്രവണത ഉണ്ടായാൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഓർമ്മിക്കപ്പെടുക, പിൽക്കാലത്ത് ഓർമ്മിക്കപ്പെടുക എന്നുള്ള ഒരു സ്വാഭാവികമായ ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നേക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം അതിജീവിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിനിടയ്ക്ക്, ഈ ഒരു ഉമ്മത്തിനിടയിൽ ഓർമ്മിക്കപ്പെടുമായിരുന്നില്ല. മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും അടക്കമുള്ള വിപ്ലവ നായകന്മാർ പിൽക്കാലത്തുള്ള ആളുകളുടെ ജീവിതങ്ങളിലും ചരിത്രത്താളുകളിലും ഓർമ്മിക്കപ്പെടുമായിരുന്നില്ല. അഥവാ അവരെല്ലാം ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ അത്രയും ശക്തമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോഴും അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി നാം വിലയിരുത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിൽക്കാലത്ത് എല്ലാവരും അവരെ ഓർമ്മിച്ചതും അവർ ചെയ്തു വെച്ച സേവനങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി അല്പസമയമെങ്കിലും പ്രാർത്ഥിക്കാനും കണ്ണീരൊഴുക്കാനും മാത്രം വളർന്ന ഒരു തലമുറ പിൽക്കാലത്ത് വളർന്നു വന്നതും ഇവരുടെ ഈ ഒരു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനോഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പങ്കുവെക്കുന്ന മറ്റൊരു കാര്യം നമ്മളെല്ലാവരും നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ, അത് കേവലം ഒരു ചെറിയ സഹായങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മൂല്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അഫലാ തഷ്കുറൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നതായി കാണാം. നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു വന്ന അള്ളാഹുവിനെ നിങ്ങൾ നന്ദിയുള്ളവരായി തീരുകയില്ലേ എന്നുള്ള ഒരു ചോദ്യം അള്ളാഹു തന്നെ ഉന്നയിക്കുന്നതായി നമുക്ക് കാണാം. സമാനമായ രീതിയിൽ സാമൂഹിക ജീവികളായ, സമൂഹത്തിൽ നിരന്തരം ഇടപഴകുന്ന മനുഷ്യരായ നമുക്ക് ചെറിയ ഉപകാരങ്ങൾ ചെയ്തു തരുന്ന, നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവമായി പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അദ്ദേഹം ഔട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് പ്രതികരണങ്ങൾ ലഭിക്കും, മെയിലായിട്ടും അതുപോലെ കത്തുകളായിട്ടും കാർഡുകളായിട്ടും. അതിനെല്ലാം അദ്ദേഹം ഒരു താങ്ക്സ് നോട്ട് നൽകുന്ന ഒരു സിസ്റ്റം അതിനായി അദ്ദേഹം സമയം കണ്ടെത്തുകയും തനിക്ക് നന്മകൾ നേർന്നുകൊണ്ട് തൻ്റെ എഴുത്തിനെ വിമർശിച്ചുകൊണ്ടും അതിനെ തിരുത്തലുകൾ ചെയ്തു തന്നുകൊണ്ടും ഉള്ള ഒരുപാട് എഴുത്തുകളെയും തിരുത്തലുകളെയും അദ്ദേഹം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവർക്ക് നന്ദി വാക്കുകൾ പറയുന്ന ഒരു വ്യക്തമായ സ്വഭാവത്തെ അദ്ദേഹം ഉണ്ടാക്കിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു മൂല്യമായിട്ട് പറയുന്നത് പോയ കാര്യങ്ങളെ ഓർത്ത് വിലപിക്കാതിരിക്കുകയാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രതീക്ഷയുടെ പാഠങ്ങളോട് നമുക്ക് തട്ടിച്ചു വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു വെക്കാറുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. എത്രയും തകർന്നു നിൽക്കുന്നവരാണെങ്കിലും പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നവരാണെങ്കിലും ഉയരണം എന്നുള്ള ഒരു ഉയർച്ചയുടെ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് നാം എല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. സമാനമായി നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് വിലപിച്ചിരിക്കുമ്പോൾ അത് നമുക്ക് നിരാശയും അങ്ങേയറ്റത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് തള്ളിവിടും എന്ന് മാത്രമാണ് നമുക്കിതുകൊണ്ടുള്ള ഉപകാരം. അപ്പോൾ ഒരിക്കലും നിരാശനായി തീരാതെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിക്കാതെ നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണാം, ഫൈനലോ തുഫ്തഹു അമല ശൈത്താൻ. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത പോലും അത് ഒരു ശൈത്താന്റെ അമലാണ്, ഒരു അനാവശ്യമായ ദുർചിന്തയാണ് എന്നുള്ള ഒരു പാഠമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നമ്മൾ നന്നാവുക എന്നതിലുപരിയായി നമുക്ക് പിൽക്കാലത്ത് നമ്മളെ ഓർമ്മിക്കപ്പെടാനുള്ള മറ്റൊരു ഏറ്റവും മികച്ച മാർഗമാണ് നല്ല സന്താനങ്ങളെ നമ്മൾ ഉണ്ടാക്കി തീർക്കുക, അല്ലെങ്കിൽ ഒരു ഗുഡ് പാരന്റിങ് നമ്മൾ നൽകുക എന്നുള്ളത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അമലുകളും നശിക്കും. നശിക്കാത്തൊരു അമലായി പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമാണ്. സമാനമായ രീതിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, സമൂഹത്തിനും വ്യക്തികൾക്കും നന്മ ചെയ്യാൻ പ്രത്യാശിക്കുന്ന ഒരു നല്ല സന്താനത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്
ഒരു ഗുഡ് പാരന്റിങ് നൽകുക എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ പിൽക്കാലത്ത് ആളുകൾ ഓർമ്മിക്കപ്പെടാനും ഉള്ള ഒരു കാരണമായി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇത്രയും മൂല്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുമ്പോൾ, അതിനെ ആർജിച്ചെടുക്കുമ്പോൾ ഒരിക്കലും നാം നമ്മുടെ സ്വയം മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം അഹങ്കാരികളായി തീരാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ആവശ്യമായ രീതിയിൽ പ്രതികരിക്കുവാനും ചില ഇല്ല എന്ന് നോ പറയേണ്ടയിടത്ത് നോ പറയാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്. ഒരു എണ്ണ സൂക്ഷിപ്പുകാരൻ്റെ, കടൽ തീരത്തെ വിളക്ക് മരത്തിലെ എണ്ണ സൂക്ഷിപ്പുകാരൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആദ്യം ഒരു ദരിദ്രനായ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല, എൻ്റെ കുട്ടികൾ കണ്ണ് കാണാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ പോലും അല്പം എണ്ണയില്ല, അല്പം എണ്ണ തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയാനാവാതെ അദ്ദേഹത്തിനും എണ്ണ കൊടുത്തു വിടുന്നുണ്ട്. അടുത്ത ദിവസം മറ്റൊരാൾ വന്നു, അടുത്ത ദിവസം മറ്റൊരാൾ വന്നു. അങ്ങനെ ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ കുപ്പിയിലെ എണ്ണയുടെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുകയുണ്ടായി. പക്ഷേ പിന്നീട് വിളക്കുമരത്തിൽ എണ്ണ ഒഴിക്കാൻ എണ്ണയില്ലാതാവുകയും ഒട്ടനവധി കപ്പലുകൾ കൂട്ടിയിടുകയും കപ്പൽ ഛേദം സംഭവിച്ച് ഒട്ടനവധി ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റികളെ നിശ്ചയിച്ചുകൊണ്ട് ആവശ്യമായ അവസരങ്ങളിൽ നോ പറയാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ആ ഒരു കാര്യത്തെ ഊന്നിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കാരികളായി തീരരുത്. നമ്മൾ എപ്പോഴും ഇബാദുർ റഹ്മാനി യംശൂന അലൽ ഹൗന എന്ന് പറയുന്നത് പോലെ നിസ്സാരനാണെങ്കിലും നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും ഒരു വ്യക്തി എന്ന രീതിയിൽ നാം കീപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുകയാണ്. ചുരുക്കത്തിൽ ചില ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം കേട്ട് പരിചയിച്ചെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ പുലർത്താൻ നാം മറന്നുപോയ ഒട്ടനവധി ഗുണങ്ങളെ, മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഹൂ വിൽ ഡൈ വെൻ യു ക്രൈ എന്നുള്ള ഈ ഒരു പുസ്തകം എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് സാധാരണ ഒരു മോട്ടിവേഷൻ പുസ്തകങ്ങൾ എന്നതിലുപരിയായി ചില മോട്ടിവേഷൻ വിളമ്പി വെക്കുന്നതിന് പകരമായി പ്രബലരായ ഒട്ടനവധി ആളുകളുടെ ജീവിത പാഠങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ അവർ ആർജിച്ചെടുത്ത ഒട്ടനവധി പാഠങ്ങളെ നമുക്ക് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് അദ്ദേഹം ഈ പുസ്തകത്തെ കൊണ്ടുപോകുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക്, മതപരമായോ അല്ലെങ്കിൽ മറ്റൊരു അറിവോ ഇല്ലാത്തൊരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മൂല്യങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതിന് ഒരു മാനുവലായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം സംവിധാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇസ്ലാമിക് വിദ്യ ആർജിക്കുന്ന നമ്മളെ പോലുള്ള ഒരു വ്യക്തികൾക്ക് ഇത് ഒരു പുതുമ തോന്നില്ലായിരിക്കും. പക്ഷേ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവിഷ്കാരത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം അതിൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേവലം നമ്മൾ ഹദീസുകൾ വായിച്ചു പോകുക എന്നതിലുപരിയായി ഒട്ടനവധി ജീവിത പാഠങ്ങളെയും അനുഭവങ്ങളെയും ഒട്ടനവധി ആളുകളുടെ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശിഷ്ടമായ ഒരു രീതിയിൽ അദ്ദേഹം ഈ പുസ്തകത്തെ സംവിധാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മുഖ്യമായ ആകർഷണം. മൂത്തു അൻ ഖബ്ല അൻ തമൂത്തു എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ മരിക്കണം. നാം മരിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത നമ്മിൽ ഉണ്ടായിത്തീരാൻ നമ്മുടെ യഥാർത്ഥ മരണത്തിന് മുമ്പ് നാം ഒന്ന് മരിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ആ ഒരു ചിന്ത നമ്മളിൽ വന്നാൽ നാം നമ്മുടെ നാളേക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി, മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തെ ഓർത്ത് അതിന് ആവശ്യമായ തിരുത്തലുകൾ നാം ഉണ്ടാക്കി തീർക്കുമെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉൾക്കാഴ്ചയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ ഒരു ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉദാഹരണമായി നമുക്കെല്ലാം എടുത്തു കാണിക്കാൻ കഴിയുന്നതാണ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തെ നിർവചിച്ചുകൊണ്ട് നാം എല്ലാവരും ആലപിക്കുന്ന ഒരു കവിതയുണ്ട്, ഒരു ഗാനമുണ്ട്. അഷ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ എന്നുള്ള ഒരു പാട്ട് നാം എല്ലാവരും നമ്മുടെ ബാല്യകാലം മുതൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. സമാനമായ രീതിയിൽ നമ്മുടെ മരണത്തെയും കൊട്ടിഘോഷിക്കാൻ, നമ്മുടെ മരണത്തിൽ വിലപിക്കുവാനും നമ്മുടെ അഭാവത്തിൽ വ്യസനിക്കുവാനും ഒട്ടനവധി ആളുകൾ ഉണ്ടായിത്തീരുവാൻ ഇത്തരത്തിലുള്ള ഒട്ടനവധി മൂല്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണെങ്കിൽ പി രാമചന്ദ്രൻ മാസ്റ്ററുടെ ഒരു കവിത ആലപിച്ചുകൊണ്ട് അതിനെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്താം. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കാൻ മധുരമായൊരു കൂവൽ മതി, ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി, ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നറിയിക്കുവാൻ ഒരു ചെറിയ തൂവൽ താഴെ ഇട്ടാൽ മതി, ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയിക്കുവാൻ ഒരു ചെറിയ തൂവൽ താഴെ ഇട്ടാൽ മതി.
നാം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായ തെളിവാണ് നമ്മളിവിടെ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു തൂവലാണ് നാം നമ്മുടെ ഈ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കേണ്ട ഇത്തരം മാതൃകകൾ. ഇത്തരം ജീവിത പാഠങ്ങളെ, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയായി ജീവിക്കുന്നതിലൂടെ നമ്മുടെ മരണശേഷവും നമ്മുടെ അഭാവത്തെ ഓർത്ത് വിലപിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കണ്ണീരൊഴുക്കുവാനും ഒട്ടനവധി ആളുകൾ ഉണ്ടായിത്തീരുമെന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഇതിവൃത്തമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കേവലം ഷോർട്ടായ ഒരു 100ഓളം ചാപ്റ്ററുകളായി ഒട്ടനവധി മൂല്യങ്ങളെ പകുത്തുവെക്കുന്നതോടൊപ്പം ചില ജീവിതത്തിലേക്ക് ആവശ്യമായ ചില പദ്ധതികളെ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കേവലം ചുരുങ്ങിയ പേജുകളിൽ മാത്രമുള്ള ഈ പുസ്തകം നമുക്ക് അതിൻ്റെ ഒരു ശൈലി കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആകർഷണീയമായ ഒരു രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി ഉണർത്തിക്കൊണ്ട് നാളെ നമ്മുടെ മരണശേഷം നമ്മെ ഓർമ്മിക്കുവാനും നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാനും ഉള്ള ഒരുപാട് ആളുകളുടെ രീതിയിൽ നമുക്ക് ആവശ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതിനാവശ്യമായ ഇത്തരം മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനുമുള്ള ഒരു മാധ്യമമാണ് ഈ പുസ്തകം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.